നീ ആരാ അടുത്ത് ആരാ വരുന്നത്? നാണില്ലല്ലോ എന്റെ ചേച്ചി, കൊച്ചു പിള്ളേരുടെ ഗുസ്തിക്കിരുന്ന് ജയിക്കാൻ. ചേച്ചിക്ക് പറ്റുമെങ്കിൽ അപ്പുമായിട്ടൊന്ന് മത്സരിച്ച് നോക്കും. ഇത് ബെറ്റാണെങ്കിൽ കൂട്ടിക്കോ. ചേച്ചി ജയിച്ചാ ചേച്ചിക്ക് ഞാൻ പപ്സും ജ്യൂസും മേടിച്ചു തരാം. ഓക്കെ. പക്ഷെ ചേച്ചി തോറ്റ അപ്പു ചേച്ചിയുടെ മൂക്കിടിച്ച് പരത്തും. ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്, ഞാനേ തരൂ. പോ. പേടിപ്പിക്കൊന്നും വേണ്ട. പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല. Ready? 1, 2, 3, start! എല്ലായിടത്തിനും ഞാൻ തരും. എടാ എനിക്കൊരു ചേച്ചി ഉണ്ടോ, ചേച്ചി ബോക്സിംഗ് ആണ്, ബോക്സിംഗ്. അവളെ ഞാൻ പിടിച്ചോണ്ട് വന്ന് ആരെ വേണം വിളിച്ചിട്ട് നോക്കാം. പിന്നെ നോക്കാം. നീ നോക്കോളൂ, നിന്റെ മണ്ടേ കയറ്റി ഇരുത്തോടാ. നോക്കാം, വിളിച്ചിട്ട് വാ. അതെ, എനിക്ക് കുറച്ച് വെള്ളം എടുത്തു തരുമോ? വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. എന്താ ഇങ്ങനെ തുടിച്ചു നോക്കണേ? സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റാത്ത നീ എന്തിനാടി അമ്മ അമ്മ അവിടെ കിടന്നിട്ട് വിളിച്ചേ? അത് അമ്മ അമ്മ ആ ഒരു ഫ്ലോയിൽ അങ്ങ് വിളിച്ചതാണ്. ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല. ആവർത്തിക്കാതിരുന്നാൽ നിനക്കുള്ളേ. ഇല്ലെങ്കിൽ പുലിനട വീട്ടിലെ മണിക്കുട്ടിയുടെ വേറെ മുഖം നീ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. ആ മുഖം നീ വീണ്ടും കാണേണ്ടി വരും. ഇല്ല അമ്മ, ഞാൻ ഇനി ആവർത്തിക്കില്ല. ഇല്ലേ? ചായ വേണോ? വേണ്ട. വേണം. വേണ്ടമ്മ, എനിക്ക് വേണ്ട ചായ. വേണമെന്നല്ലേ പറഞ്ഞേ? എനിക്ക് വേണ്ടെന്ന്. നിനക്കല്ല, എനിക്ക് വേണം. നീ ഉണ്ടാക്കും. ഞാനോ? ചായ ഉണ്ടാക്കാൻ പറ്റൂലേ? പറ്റില്ലെങ്കിൽ ഇപ്പൊ പറയണം. ഉണ്ടാക്കാം. നല്ല കടുപ്പം കൂട്ടി മധുരം കൂട്ടി കട്ടിയുള്ള ചായ. ഓക്കെ? ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോവാ. ഇവിടെ വൃത്തിയാക്കിയും കൊണ്ട് ചെയ്യോ? അങ്ങ് കൊണ്ടുവന്നേക്കണം. ഏത് നേരത്താണോ വെള്ളം ചോദിക്കാൻ തോന്നിയത്? ഇതെന്തോന്നിത്? രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ? തിരിച്ചു മറിച്ചിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിലെ ന്യൂസ് മാറുമോ? വേറെ പണിയൊന്നുമില്ലേ വീട്ടിന്? രാവിലെ പേപ്പർ എടുത്ത് വെച്ചിങ്ങനെ കുത്തിയിരുന്ന് വായിച്ചോളൂ. എന്ത് പണി? എന്ത് പറ്റി വലിയ ഗൗരവത്തില്? എന്തേ പേടിച്ചോയാ? പേടിച്ചൊന്നുമില്ല. സത്യം പറ, ചെറുതായിട്ട് പേടിച്ചില്ലേ? അങ്ങനെ ചോദിച്ചാ പേടിച്ചല്ലേ? എന്നാ പേടിക്കണ്ട. ഇതൊക്കെ എന്റെ ചെറിയ നമ്പർ അല്ലേ? നമ്മളെ നല്ല രീതിയിൽ നമ്മുടെ സഭ്യമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു വിലയില്ല. ചില ആൾക്കാരോട് ഇതേപോലെ വയലന്റ് ആയിട്ട് ദേഷ്യത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കും. എന്ത് സംഭവിച്ചു? ഇപ്പോഴേ ഒരുത്തിക്ക് കൊടുത്തിട്ട് ഞാൻ വന്നതേ ഉള്ളൂ. ആർക്ക്? റിങ്കിക്ക്. അവളെന്ത് ചെയ്തു? അവളാ? അവളെ കുറച്ചു കാലമായിട്ട് ഭയങ്കര ഒരു നെഗളിപ്പ് അവക്ക്.
അതേപോലെ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കത്തില്ല, ഭയങ്കര മടി. കൊടുക്കേണ്ട രീതിയിൽ 2 കൊടുത്തിട്ടാണ് വന്നേക്കണേ നൈസായിട്ട്. അടിച്ചൊന്നുമില്ല, 2 വരട്ടി. അപ്പൊ അവള് നല്ല പാട്ടിന് വന്നു. അപ്പൊ പണി എടുത്തോണ്ടിരിക്കണം. നമ്മളെടുത്താ കാടി പാവം നിൽക്കും തോറും നമ്മുടെ തലയിൽ കയറി ഇന്ന് ഡാൻസ് കളിക്കല്. നല്ല 2 ദേഷ്യത്തിൽ പറഞ്ഞപ്പോഴേ ദേഷ്യത്തിൽ പറഞ്ഞപ്പോ നല്ല ദേഷ്യത്തിലാണ്. അമ്മ കൈയടിക്കടി. ചായരല്ലേ വന്നേ. എന്തിനാ മണി പിള്ളേരെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഓടേ അല്ല ഈ ട്രിക്കൊക്കെ നീ എവിടുന്ന് പഠിച്ച്? ട്രിക്കൊക്കെ ഞാനേ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാ. മനുഷ്യനായാലേ മിനിമം ഒരാളെങ്കിലും പേടി വേണം, എന്നാലേ നന്നാവും. അത് നിനക്ക് ആരെങ്കിലും പേടിയുണ്ടോ? എനിക്ക് പേടിയൊക്കെ ഉണ്ട്. ആരെ? എനിക്ക് നിങ്ങളെ തന്നെ. എനിക്ക് നിങ്ങളെ ഭയങ്കര പേടിയാണ്. എന്നെ പുറത്ത് കാണിക്കാറില്ലെന്നേ ഉള്ളൂ. എന്നെ പേടിയാ? കൊള്ളാം. രവിയേട്ടൻ എന്നെയും പേടിയില്ലേ? ഞാൻ തന്നെ നിന്നെ പേടിക്കുന്നു. പേടിയില്ലേ? ഇല്ല ഇല്ല. ഞാൻ എന്തെങ്കിലും മുഖം വെറുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ പുറകെ ഇങ്ങനെ നടക്കണ കാണാനല്ലോ പേടിച്ചോണ്ട്. അത് പേടിയുണ്ടൊന്നുമല്ല, അത് ഞങ്ങള് പേടിയുള്ള പോലെ ഒന്ന് ആക്ട് ചെയ്യണേ. പേടിയുള്ളത് പോലെ ആക്ട് ചെയ്യണത്. അപ്പൊ അഭിനയിക്കായിരുന്നല്ലേ ഇത്രയും കാലം? അതേ മണി, അതെന്തെന്നറിയുമോ, ഈ ഭാര്യമാരെ പേടിയുണ്ടെന്നൊന്ന് കാണിക്കുകയാണെങ്കിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാനെന്നല്ല എല്ലാ ഭർത്താക്കന്മാരും അല്പം BP ഉള്ള പോലെ കാണിക്കും. BP എന്ന് പറഞ്ഞാൽ ഭാര്യയെ പേടി, മനസ്സിലല്ലേ? അങ്ങനെ ചെയ്യുമ്പോ നിങ്ങളൊന്ന് കണ്ണുരുട്ടുകയോ അല്ലെങ്കിൽ ഒച്ചയെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു BP ഉള്ള പോലെ കാണിക്കുമ്പോ നിങ്ങൾക്കൊരു സന്തോഷമില്ലേ? ആ സന്തോഷം സമാധാനമായിട്ടുള്ള ഒരു കുടുംബ ജീവിതത്തിന് നല്ലതാണ്. എങ്ങനെ? അങ്ങനെ തന്നെ. വന്നല്ലോ. ഇവളടുത്ത് ഒരു നമ്പറും നടക്കൂല. നമ്മളെ 2 എണ്ണത്തിന്റെ വിറ്റ കാശ് ഇവളെ കയ്യിലിട്ടു. അല്ല അത് ശരിയാണ്. പുള്ളിന്നറ വീട്ടിലെ കുറെ സംഭവങ്ങൾ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനിടയിൽ എന്റെ വീട്ടുകാരെ പറയണെന്തിന്? അത് തന്നെ. എന്താ എന്തോന്ന് എന്തോടെ ഒരു കള്ളലക്ഷണം? എന്തോടെ ഒപ്പിച്ചത്? ഇങ്ങോട്ട് നോക്ക്. എന്തോടെ കള്ളലക്ഷണം? എനിക്ക് വയ്യ. അയ്യേ, എനിക്ക് കുറെ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന എനിക്ക് പഠിക്കാൻ പറ്റൂല. ഞാൻ അകത്തോറി പോവാന്ന് വിചാരിച്ചു. എന്താടി കൈ വെച്ചങ്ങനെ? എന്തുവാടി? അല്ല മേക്കപ്പ് മരി തേച്ചാ? അല്ല. എന്തിനാ കൈ ഇവിടെ വെച്ചേക്കണേ? പല്ലുവേനയാ? പല്ലുവേന. എന്ത് പല്ലുവേന? എപ്പോ തുടങ്ങി? എനിക്ക് ഇന്നലെ രാത്രി തൊട്ട് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഇന്നായപ്പോ കൂടി. നോക്കട്ടെ. ആശുപത്രി പോവാം. അയ്യോ, ഇതെന്തോന്ന് വലിയ വേദന? ഇവിടെയൊക്കെ നീരടിച്ചത്, ഇവിടെ കവളൊക്കെ ചോന്നിരിക്കണ്. ഓ, അങ്ങനത്തെ വേറെ പല്ലുവേന. സാധാരണ പല്ല് എനിക്ക് ഇങ്ങനെയൊന്നും വരൂല. ആശുപത്രിയിലൊന്നും പോകല, എനിക്കൊന്ന് കടന്നാ മതി. കിടന്നാ മാറുന്നില്ല ഇത്. മാറും. ഇതെന്തോ വേറെന്തോ പ്രശ്നമാണ് കാര്യമായിട്ട് പല്ല്? വേറെ എന്തായാലും ആയിരിക്കും. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ഉപ്പ് വെള്ളം കൊള്ളു, ചൂടുവെള്ളം. നോക്കട്ടെ എന്തോന്നാണ്. തൊടാൻ പറ്റൂല. വേദന കൂടുകയാണെങ്കിൽ ആശുപത്രി പോണം. ഇപ്പൊ ഇങ്ങനെ അയ്യോ, പല്ല് വേദന ആണെങ്കിലും ചവച്ചോണ്ടിരിക്കാൻ ഒരു മടിയില്ലല്ലേ? ജീവൻ നിലനിർത്തണ്ട അമ്മ. പിന്നെ ഒരു മയത്തിലൊക്കെ തിന്നു, എനിക്ക് വേദന കൂടും. ചെറിയ ചൂടുണ്ട്, ബഹളം വെക്കല്. ചെറിയ ചൂടേ ഉള്ളൂ, സഹിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. എന്തോ പതുക്കെ എന്തോ കൊല്ലി പോകുമ്പോ ചൂടായിട്ട്. മണി, കൊച്ചുനാളിലൊക്കെ എനിക്ക് ഇഷ്ടം പോലെ പല്ലുവേന വന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇങ്ങനെ ചുമന്ന് തടിച്ചൊന്നും വന്നിട്ടില്ല. എനിക്ക് ഇതുപോലെ വന്നിട്ടില്ല. അത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുള്ളെന്ന് വെച്ചാൽ ഇതുപോലത്തെ പല്ലുവേന ഇല്ലെന്നാണ് അർത്ഥം. ഇപ്പൊ തന്നെ കോവിഡിന് കുറെ വകഭേദങ്ങളില്ലേ, അതുപോലെ ഇതും അങ്ങനെയാണെന്ന് വിചാരിച്ചത്.
ബെസ്റ്റ്. വായിലെ നാക്കിന് മാത്രം ഒരു കുറവുമില്ല. ഇതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ ആരെങ്കിലും തല്ലിക്കൊന്നാനെ. ഓ ഊതിട്ട് എന്ത് പറ്റി? എന്ത് ചൂടൊക്കെ പിടിക്കണേ? പറഞ്ഞു വിടമ്മ. അവക്ക് പല്ലുവേദന. പല്ലുവേദനയാ? ഇതിപ്പോ ഒന്ന് ഇന്നലെ രാത്രി തൊട്ട്. നോക്കട്ടെ. അത് മാറ്റാൻ പറ്റൂല. നോക്കട്ടെ. എടി എല്ലാരും കൂടെ ഒന്ന് നോക്കാൻ എന്തത് കാറ്റ പെങ്ങളാവോ? പല്ലുവേദന തന്നെ. എനിക്ക് ഇങ്ങനെ വയ്ക്കുമ്പോ നല്ല സുഖമുണ്ട്, കൈ മാറ്റാൻ പറ്റൂല. എങ്ങനെ ചെയ്യും? മണി ഞാൻ പറയട്ടെ, ഇപ്പൊ തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയതാണ്. നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം. ഇപ്പൊ തന്നെ നമുക്ക് നീരും വെച്ചിട്ടുണ്ട്. ഇന്നലെ തുടങ്ങിയ പല്ലുവേദനയാ? എന്നിട്ട് എന്റെ അടുത്ത് ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. ആരോടും പറഞ്ഞില്ല, അവൾ ഇപ്പോഴാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു തുമ്മൽ വന്ന നാട്ടുകാർ മൊത്തം അറിയണതാണ് നിലവിളിച്ചോണ്ട്. അതാണ്. എവിടെയടി? വേണ്ട, കാണിച്ചോട്ടെ. തൊടാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. ഞാൻ ചെയ്യട്ടെ, ചൂട് പിടിക്കട്ടെ. ചൂട് പിന്നെ പിടിക്കാം. ഞാൻ പോണാണ് നല്ലത്. മാറും, കിടന്ന മാറും. എടി ഉപ്പുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വായിൽ കൊള്ളണേ. നല്ല വേദനയുണ്ട്. ഒരു വല്ലാത്ത പല്ലുവേദനയായി പോയിട്ടാ. കൊണ്ണിച്ചോറുള്ളത് ദുഷ്ട ഇങ്ങനെ ഇടിച്ച് പരുവാക്കി കളഞ്ഞല്ലോ എന്നെ. എന്തൊരു സുന്ദരമായ മുഖമായിരുന്നു എന്റെ. എന്നാലും അവൻ എങ്ങനെ തോന്നി എന്നെ ഇങ്ങനെ ഇടിക്കുക? ചുമന്നിരിക്കണല്ലോ അവിടെ. അപ്പൊ പല്ലുവേദന ആയിരുന്നില്ല അല്ലേ? എവിടെന്നോ ഇടി കിട്ടിയിട്ട് വന്നതാണല്ലേ? അല്ല അല്ല, ഇതായിരുന്നു നിന്റെ പല്ലുവേദന. എന്തായിരുന്നു കാര്യം പറ. അതൊരു കാര്യം. പറ, എന്താണ്? അങ്ങനെ പറയാനൊന്നുമില്ല. അച്ഛനോടും അമ്മയോടും പറയാം. പറയില്ല, അമ്മയടുത്ത് അച്ഛനടുത്ത് പറഞ്ഞോട് പ്ലീസ് ഒരു കാല് പിടിക്കാൻ. പിന്നെ കാര്യം എന്തെന്ന് പറ. അത് ഞാൻ ഇടിയിട്ട്. എവിടെ? എപ്പോ? എങ്ങനെ? അതും ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന്. ട്യൂഷൻ ക്ലാസ്സിൽ നിന്നാ? ട്യൂഷൻ ക്ലാസ്സിൽ ആരും നിന്നെ അടിച്ചത്? അത് പിന്നെ ഒരു പയ്യൻ. പയ്യനാ? ശേ, നാണല്ലേടി വല്ല പയ്യന്മാരെ ഇടിയും വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരാനായിട്ട്. അത് പിന്നെ പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി. എന്ത്? ആരത്തും പറയില്ല. അല്ല, എങ്ങനെ ഇടിക്കാൻ കാരണം എന്ത്? നമ്മള് ബെറ്റ് വെച്ച്. എന്ത് പറ്റി? നിനക്ക് എന്തോ കുറവാണ്, ഇടി കൊണ്ട് ഇവിടെ നിൽക്കുമല്ലോ. പറ, എന്ത് പറ്റി? എടി ഒരു കാര്യം പറഞ്ഞു, നമ്മള് ബെറ്റ് വെച്ച്. അപ്പൊ എനിക്ക് ഒരു ഇടി തന്നു. തന്നെ എന്റെ ബോധം പോയി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റും. എന്നാലും പിങ്കി, അയ്യോ, പയ്യന്മാരെ എന്നൊക്കെ ഇടി വാങ്ങിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നല്ലേ എന്റെ മാനം കളയാനായിട്ട്. ശരി, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തോണ്ടാണ് അടിച്ചിരുത്തി കളഞ്ഞടി. കഷ്ടം. അതെ, ഇന്ന് വൈകുന്നേരം നീ ട്യൂഷൻ ക്ലാസ്സിൽ വരൂ. ഞാൻ എന്തിനു പറഞ്ഞ? നീ ഒന്ന് ഒരു ഇടി കിട്ടിയപ്പോ എന്റെ ഇമേജ് മൊത്തം തകർന്നിട്ട് നീ വന്നിട്ട് വേണം അത് തിരിച്ചു പിടിച്ചു തരാൻ. ഞാൻ ആ പയ്യനെ എനിക്കങ്ങ് വയ്യ. ഞാൻ എന്റെ തരപ്രായക്കാരുടെ സ്പാർക്ക് ചെയ്യാറുള്ളൂ. ഈ കൊച്ചു പിള്ളേരുടെയൊക്കെ അടി ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ എനിക്ക് കേസ് വഴക്കൊക്കെ ആവേ. അങ്ങനെ പറയല്ല റെങ്കി, പ്ലീസ്. എന്തോന്നു അങ്ങനെ പറയല്ലേ ഡീ? എനിക്കയ്യ ആ പയ്യനെ എടുത്തിട്ട് അടിക്കാം. കൊച്ചു അയ്യേ. അതെ, 5ാം ക്ലാസ്സിൽ പഠിക്കണ ചെറുക്കനാ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനാ? അപ്പൊ എത്ര കാണും? അയ്യേ, അതാണ് നിന്നെ ഇടിച്ചത്? നാണം കെട്ടവള്. എടി കൊച്ചു പയ്യനാ, നീ ഇടിക്കൊന്നും വേണ്ട. നീ വന്നിട്ട് ഒന്ന് ഉപദേശിച്ച് വിട്ടാ മതി, ചെറുതായിട്ട് 4 വർത്താനൊക്കെ പറഞ്ഞ്. പ്ലീസ് ശരി, പരിപാടി വയ്യ. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്തോന്നടി? അയ്യോ, ഞാൻ എല്ലാരടുത്തും അവരടുത്ത് അത് പോയി. അത് പോട്ട്, നീ പറ. ഞാൻ അവരടുത്ത് പറഞ്ഞേ എന്റെ ചേച്ചി ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞു പൊക്കി വെച്ചേക്കാം. എന്തോ നീ പറഞ്ഞ? ഞാൻ പറഞ്ഞു, ചേച്ചി വന്നാൽ നിങ്ങൾ എല്ലാവരും പേടിക്കും. ചേച്ചി വലിയ പുലിയാണ്, കടുവയാണ്, എലിയാണ്, അല്ല സിംഹമാണ്. പിന്നെ പറഞ്ഞ എന്താ പറഞ്ഞ? പിന്നെ ചേച്ചിയാണ് മറ്റേ ഒളിമ്പിക്സ് ഇല്ലേ, അതിലെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന താരം, അത് ചേച്ചിയാണെന്നൊക്കെയാണ് പറഞ്ഞത്. നീ പറഞ്ഞതൊക്കെ കാര്യമാണ്, സത്യസന്ധമായിട്ടാണ് നീ പറഞ്ഞത്. എന്തായാലും നിന്നെ അടിച്ചവനെ ഞാനൊരു ഇടി കൊടുക്കുന്നുണ്ട്. കൊടുക്കണം ചേച്ചി, ഇടി കൊടുക്കണം. വരുമോ? വരാ. താങ്ക്സ്.
പക്ഷേ കൊച്ചെറുക്കനാണ്, അവനൊക്കെ ഇടിച്ചു കഴിഞ്ഞാ എടി ഇടിക്കണി ഉപദേശം കേട്ടോ നീ. ഉപദേശം ചേട്ടാ ഇതുപോലെ ഇങ്ങനെ കാലി പിടിച്ചിട്ട് ഞാൻ എന്റെ തരപ്രായക്കാരുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തരപ്രായക്കാരുടെ ഇടി ഉണ്ടാക്കാൻ പോയിട്ടുള്ളൂ. പിന്നെ എന്റെ സ്കൂൾ ലൈഫ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഇതുപോലെ ആരും ഇടിക്കാനോ ഒന്നിനും പോയിട്ടില്ല. പിന്നെ ഒരു നാടൻ തല്ല് കൊടുത്തിട്ട് കുറെ കാലമായി. എന്റെ അനിയത്തിക്ക് വേണ്ടിട്ടല്ലേ, എനിക്കറിയാം ചേച്ചി അനിയത്തിക്ക് വേണ്ടി എന്തും ചെയ്യും. എന്റെ അനിയത്തിക്ക് വേണ്ടിട്ട് ഞാൻ നോക്കാം, ഒരു കൈ നോക്കാം. താങ്ക്സ്. ബാ. അച്ഛനും അമ്മയും ഇതറിയാം. അതെ അതെ അതെ, അത് ഞാൻ നിന്റെ അടുത്ത് അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. തോന്നി അവരിത് അറിയണ്ട. ഇല്ല. ഓ ആ ശരി, വാ. എന്താ ഉളുക്ക ഉളുക്ക? ഞാൻ മസിലൊക്കെ പെരുക്കി നടക്കുന്നത്, ചെറുക്കനായിട്ട് ഇടിക്കാനുള്ളതല്ലേ. എന്താ നിനക്കൊരു പേടി പോലെ? അത് രാവിലെ കിട്ടിയ അടിയിലൊരു ഹാങ് ഓവർ. എന്തായാലും അവൻ ഇന്ന് നന്നാവും. മാറിക്കൊടു. എന്തായാലും ഞാൻ അവനെ നന്നായിട്ടൊന്ന് ഉപദേശിച്ചു വിടണുണ്ട്. നല്ലതാ. ആരാണ്ടോ ചേച്ചി അടിച്ചോ? ആരില്ലടി, നീ വാ. ഇവിടെ ആരും ഇല്ലേ? എവനാടാ എന്നെ അനിയത്തി തല്ലിയത്? എന്താ ചേച്ചി? ആ ചെറുക്ക എവിടെ? അപ്പൊ നേരത്തെ പിങ്കി ചേച്ചനെ കൊണ്ട് വന്നിരിക്കുക. നേരത്തെ കൊട്ട വെച്ചു. ഒന്നുമില്ല മക്കളെ, വെറുതെ വന്നത്. അതെ, ഇതിനാണോ നിന്നെ തല്ലിയത്? ഒരു വെറുതെ പോലുമില്ലല്ലോടി ഞാൻ. കൊടുത്തോ പറഞ്ഞ കൊടു. ആ എന്റെ ചേച്ചി അതുകൊണ്ട് ഒന്നുമില്ല മോനെ, ഞാൻ ഈ ട്യൂഷൻ സെന്ററൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അതൊന്നുമില്ല, അപ്പൂനെ ഇടിക്കാൻ വന്നതാ. നേരത്തെ പിങ്കിയും അപ്പൂനായിട്ട് ബഞ്ച് വെച്ചില്ലേ, അതിന്റെ കൊട്ടേഷൻ ആണിത്. ചേച്ചി ഒരു കാര്യം പറയണ്ട, അകത്താ. എന്ത് മോനെ? ഇവിടെ എന്ന് പറയാലോ. വെയിലല്ലേ, അകത്താ. ശരിയാണ്, ഇപ്പൊ വരാം. പറ. അയ്യോ അമ്മ, ദൈവമേ, ചേച്ചി ചേച്ചി വേണ്ട ചേച്ചി, നീ ഇടിയോളം വേറെ സ്ഥലമൊന്നും ഇല്ല, വെറുതെ അവനെ രോക്ഷാകുലനാക്കല്ലേ. വല്ല തൊലപ്രായക്കാരെയും കൊണ്ടുവന്നൂടായിരുന്നു നിനക്ക് എന്റെ അടുത്ത്. ഇനി ഞാൻ എങ്ങനെ വീട്ടിൽ പോവും? ബാച്ചി എല്ലെങ്കിലും അവൻ ബാക്കി വെച്ചില്ലേ, കുഴപ്പമില്ല. പിങ്കി, ഞാനേ ഉപദേശിക്കുകയാണെന്ന് നീ വിചാരിക്കരുത്. നീ എനിക്ക് തന്ന പ്രോത്സാഹനമൊക്കെ നല്ലത് തന്നെ, പക്ഷേ അധികമായ അമൃതം വിഷം. ആ. എന്നാലും എന്റെ ചേച്ചിയെ കൊണ്ട് ബോക്സിങ്ങിന്റെ ബാലപാഠം പോലും എടുക്കാം അവ സമ്മതിച്ചില്ലല്ലോ ചേച്ചി. ആ കൊച്ചു കുട്ടി അല്ലേന്ന് വെച്ചാ വെറുതെ വിട്ടത്. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് നോക്കിയപ്പോ നീ ആ ബെഞ്ചിന്റെ മണ്ടേ കയറി നിക്കണുണ്ടല്ലോ, അതെന്തിനായിരുന്നു? ബെഞ്ചിന്റെ മണ്ടേ കയറി നിന്നല്ലടേ, പിന്നെ അവ എന്നെ എടുത്ത് പൊക്കി കയറ്റിയതാണ്. അയ്യോ, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അല്ല അതിനിടയ്ക്ക് നീ എവിടെ ഓടിയതാണ്? എനിക്കൊരു വശം കിട്ടിയതാണല്ലോ, എന്തിനാ വെറുതെ വീണ്ടും വീണ്ടും മേടിച്ചു കൂട്ടണെന്താ? അയ്യോ അച്ഛനും അമ്മേ, മക്കളെ ഈ രണ്ടുപേർക്കും എന്തുറ്റി? പകർന്നാ? പകരുന്ന പല്ലുവേനെ. എന്നാലും പല്ലുവേന എങ്ങനെ പകരും? ചിലപ്പോ ഇവള് പറഞ്ഞ പോലെ വകഭേദം വന്നിട്ട് പല്ലുവേനയുടെ പകരുന്നതായിരിക്കും. പ്രശ്നമാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം, ആശുപത്രി പോവാം മക്കളെ. അയ്യോ ഇനി അവിടെ നിന്ന് കൂടി കുത്തു വാങ്ങാൻ വയ്യ അച്ഛാ. വേണ്ട വേണ്ട, പോവാം, ആശുപത്രി പോവാം. നോക്ക്, ആശുപത്രി പോണ്ട, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോളം പിടിച്ചോ. ഇവക്ക് കുഴപ്പമൊന്നുമില്ല, നോക്കൂ.